ഫയർബോൾട്ടിൻ്റെ എപ്പിക് എന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് 1100 മുതൽ 1300 വരെ പ്രൈസിൽ വരുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് അത്രയും പൈസക്ക് വേർത്താണോ? ബൈ എനി ചാൻസ് നിങ്ങളിത് വാങ്ങാൻ എന്തെങ്കിലും പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള കാര്യം ഞാൻ ഈ ഒരു 8 മിനിറ്റ് വീഡിയോക്കുള്ളിൽ നിങ്ങൾക്ക് തീരുമാനമാക്കി തരുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഒരു മാസം യൂസ് ചെയ്തതിന് ശേഷം ഇടുന്ന റിവ്യൂ ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട 2 ഡ്രോബാക്കുകൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ഒന്ന് കാണാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ വാച്ച് കാണാം. വാച്ചിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ചാർജിങ് കേബിളാണ്. ചാർജിങ് കേബിൾ സാധാ സെയിം ക്വാളിറ്റി ചാർജിങ് കേബിളാണ്. യൂസർ ഗൈഡ് വന്നിട്ടുണ്ട്. പിന്നീട് കുറച്ച് പേപ്പറുകൾ, വാറൻറ്റി രജിസ്റ്റർ ചെയ്യാനും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ കാണിക്കുന്ന കുറച്ച് പേപ്പറുകൾ വന്നിട്ടുണ്ട്. വാച്ചിലേക്ക് വരാം. വാച്ചിൻ്റെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ സാധാരണ വരാറുള്ള രീതിയിലുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഫയർബോൾട്ടിൻ്റെ ഒരു സ്റ്റിക്കർ മുകളിൽ വന്നിട്ടുണ്ട്. പറിച്ച് കളയാം. സാധാരണ വരാറുള്ള രീതിയിലുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഫയർബോൾട്ടിൻ്റെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. താഴെയായിട്ട് സെൻസറും ലൈറ്റുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് പവർ പോയിന്റ് വന്നിട്ടുണ്ട്. റൗണ്ട് ഡിസൈനുള്ള പവർ ബട്ടണാണ് വന്നിട്ടുള്ളത്. ഫയർബോൾട്ടിൻ്റെ ഒരു ലോഗോ സ്ട്രാപ്പിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നോർമൽ ക്വാളിറ്റി സ്ട്രാപ്പാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇത് ഫയർബോൾട്ടിൻ്റെ എപ്പിക് പ്ലസ് എന്ന മോഡലാണ്. ഇതിൻ്റെ തന്നെ എപ്പിക് എന്ന വേറെ ഒരു മോഡലും അവൈലബിൾ ആണ്. ഇത് രണ്ടും തമ്മിൽ 0.14 ഇഞ്ചിൻ്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. രണ്ടും സെയിം സ്പെക്ക് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഫോട്ടോ ആയിരിക്കും ഓൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ത്രൂ മാത്രമേ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഫോണിൽ ഇത് മാറ്റാനുള്ള ഒരു ഓപ്ഷനും ഫോണിൽ വരുന്നില്ല. അത്യാവശ്യം വാച്ചുകളിൽ വരാനുള്ള സംഭവങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വാച്ച് വാങ്ങുമ്പോൾ ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ഒരു സംഭവം ഇതിൽ വരുന്നില്ല. സ്പോർട്സ് മോഡുകൾ നോക്കുകയാണെങ്കിൽ 120 കൂടുതൽ സ്പോർട്സ് മോഡുകൾ വരുന്നുണ്ട്. ഹാർട്ട് റേറ്റ് സെൻസിങ്, ബ്ലഡ് പ്രഷർ മോണിറ്റർ, വെതർ അപ്ഡേഷൻ വരുന്നുണ്ട്. വെതർ അപ്ഡേഷൻ ആപ്ലിക്കേഷൻ ത്രൂ മാത്രമേ കണക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഷട്ടർ, നമുക്ക് ഈ ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വാച്ച് ഉപയോഗിച്ച് ഷട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫോണിലുള്ള മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ ഇതിൽ മ്യൂസിക് പ്ലെയറിൻ്റെ കൺട്രോൾ ഓപ്ഷനും വന്നിട്ടുണ്ട്. മെനു വ്യൂ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് മെനു വ്യൂ വരുന്നത്. ഈ രീതിയിലുള്ള ഒരു ലിസ്റ്റ് വ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ഗ്രിഡ് വ്യൂ എന്ന വേറെ ഒരു ഓപ്ഷനും മെനു വ്യൂവിൽ അവൈലബിൾ ആണ്. ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. താഴെ നിന്ന് മുകളിലേക്ക് നീക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ വരുന്നുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് നീക്കുമ്പോഴാണ് കൺട്രോൾ പാനൽ വരുന്നത്. കൺട്രോൾ പാനലിൽ ബ്രൈറ്റ്നസ് കൺട്രോളൊക്കെ നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ഡിവൈസിൽ വരുന്ന പോലത്തെയുള്ള ആ ഒരു രീതിയിലുള്ള ബ്രൈറ്റ്നസ് കൺട്രോളാണ് വന്നിട്ടുള്ളത്. ഫുൾ ബ്രൈറ്റ്നസ്സിനൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഡയലൈറ്റിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ആ ഒരു ഏരിയയിൽ പറയാനില്ല. പിന്നീട് തിയേറ്റർ മോഡ് വരുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ബ്രൈറ്റ്നസ്സിലേക്ക് തിയേറ്റർ മോഡ് ഇടുമ്പോൾ ഇത് സ്വിച്ച് ചെയ്യും. നൈറ്റിലും അതുപോലെ തന്നെ തിയേറ്ററിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പിന്നീട് ടോർച്ച് ലൈറ്റ് വരുന്നുണ്ട്. ഒരു വെള്ള ലൈറ്റിൽ ഫുൾ ബ്രൈറ്റ്നസ്സിൽ ഡിസ്പ്ലേ തെളിഞ്ഞു എത്തും. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കേസിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ചെറിയൊരു ലൈറ്റൊക്കെ നമുക്ക് രാത്രി പോകാനുള്ള ലൈറ്റൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നീട് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വെതർ അപ്ഡേഷൻ താഴെയാണ് വരുന്നത്. മെനു ഗ്രിഡ് വ്യൂ ആക്കി ഒന്ന് കാണിച്ചു തരാം. ഈ രീതിയിലുള്ള ഒരു വ്യൂ ആണ് ഗ്രിഡ് വ്യൂവിൽ നമുക്ക് കിട്ടുന്നത്. സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സംഭവം തന്നെ ആയിരിക്കും. ഗെയിം നോക്കുകയാണെങ്കിൽ 2 ഗെയിമുകൾ വരുന്നുണ്ട് ഈ ഒരു ഗെയിമിൽ. പിന്നീട് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു ഗെയിമാണ് സാധാരണ ചില വാച്ചുകളിലൊക്കെ വരാനുള്ളത്. ഇതിൽ വന്നിട്ട് 2 ഗെയിം വന്നിട്ടുണ്ട്. ഈ ഒരു ഗെയിമാണ് സാധാരണ ഏറ്റവും കൂടുതൽ വാച്ചിൽ വരാറുള്ളത്. കുട്ടികൾക്കൊക്കെ വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ അത്യാവശ്യം ഹാപ്പി ആക്കാനുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. പിന്നെ വന്ന് இந்த பொண்ணோட ഫോട്ടോ ഇங்கிருந்து മാറ്റണമെന്ന കണ്ടിപ്പോൾ ഇത് മൊബൈലിൽ കണക്ട് ചെയ്യണം. ഇവരുടെ ആപ്ലിക്കേഷൻ വന്നിട്ട് DA Fit, ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്യുമ്പോൾ ആഡ് ഡിവൈസിൻ്റെ ഓപ്ഷൻ വരും. ആഡ് ഡിവൈസിൽ അവർ ചോദിക്കുന്ന പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ചെയ്തതിന് ശേഷം ഫയർബോൾട്ട് 045 ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. പെർമിഷൻസ് എല്ലാം കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഈ കാണുന്ന വാൾപേപ്പറുകൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വാച്ചിൽ. ഇത് നമുക്ക് വാച്ച് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതൊരു പ്രശ്നമാണ്. കാരണം ചില വാച്ചുകളിൽ ഡിഫോൾട്ടായിട്ട് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ള വാച്ച് ഫേസ് നമുക്ക് വാച്ചിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരാറുണ്ട്. അത് ഇതിൽ വരുന്നില്ല. പിന്നീട് വന്നിട്ട് കുറേ വാച്ച് ഫേസസ് നമുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇഷ്ടംപോലെ വാച്ച് ഫേസസ് ഇതിൽ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു വാച്ച് ഫേസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഒരു വാച്ച് ഫേസ് സെറ്റ് ചെയ്തു. ഇത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സമയം എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോയുടെ സ്പീഡ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തതാണ്. 1.83 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് ഈ വാച്ചിൽ വന്നിട്ടുള്ളത്. ഈ ഒരു വാച്ച് ഫേസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് വാച്ച് ഫേസ് സെറ്റ് ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് വാച്ചിൽ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനായിട്ട് ചോദിക്കുന്ന പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുക്കണം. കോൾ വരുന്ന സമയത്ത് കോൾ കട്ടാക്കാനുള്ള ഓപ്ഷൻ വാച്ചിൽ അവൈലബിൾ ആണ്. അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. വാട്സപ്പിൻ്റെ പെർമിഷൻസ് എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുമ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ഈ രീതിയിലാണ് മെസ്സേജ് വരുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിൽ മാത്രമേ ഇതിൽ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. വേറെ ഭാഷ ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. വേറെ ഏതെങ്കിലും ഭാഷ ആണ് എന്നുണ്ടെങ്കിൽ ബോക്സ് ആയിട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. അലാറം സെറ്റിങ്സ് വരുന്നുണ്ട്. പിന്നീട് വെതർ അപ്ഡേഷന് വാച്ചിൽ കിടക്കണമെന്ന് ഇங்கே വന്ന് സിറ്റി എൻ്റർ പണി കൊടുക്കണം. ഞാനിവിടെ വന്ന് ജസ്റ്റ് കാലിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാലിക്കറ്റിലുള്ള
വെതർ അപ്ഡേഷൻ ഇവിടെ വരുന്നതായിട്ട് കാണാം. ഈ രീതിയിൽ നമുക്കിവിടെ വെതർ അപ്ഡേഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഒരു IP68 വാട്ടർ റെസിസ്റ്റൻറ്റ് റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റാണ്. ഏകദേശം 1 മീറ്റർ താഴ്ചയിലേക്ക് വരെ വെള്ളത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെങ്കിൽ 7 ദിവസത്തെ ബാറ്ററി ബാക്കപ്പാണ് കമ്പനി അവകാശപ്പെടുന്നത്. 25 to 30 ഡേയ്സിൻ്റെ സ്റ്റാൻഡ് ബൈ ടൈമും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയതാണ്. ഏകദേശം അതിൻ്റെ അടുത്ത് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചാർജിങ് ടൈം വരുന്നത് 1.5 മണിക്കൂറാണ്. 0 to 100% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂറാണ് എടുക്കുന്നത്. ഇങ്ങനെയാണ് ചാർജിങ് ആനിമേഷൻ വരുന്നത്. ചാർജിങ് ടൈമിൽ നമുക്ക് കളിക്കാനും ഒന്നിനും സാധിക്കില്ല. അത് എല്ലാ വാച്ചും അങ്ങനെ തന്നെയാണ് വരുന്നത്. ലിഫ്റ്റ് ടു വേക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5 ആണ്. വെയിറ്റ് വന്നിട്ട് 23 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഇതൊരു ലീഡിങ്ങിൽ നിൽക്കുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവരുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, വാച്ചിൻ്റെയും ഇവരുടെ ആപ്ലിക്കേഷൻ്റെയും ഒക്കെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ല സ്മൂത്താണ്. ഒരു പ്രശ്നം അവിടെ പറയാനില്ല. ബഗ്ഗും കാര്യങ്ങളൊന്നും ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ ബട്ടൻ്റെ ബിൽഡ് ക്വാളിറ്റി കുറച്ച് ശോകമാണ്. കാരണം ഇത് എടുത്തു പറയാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റേത് ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഈ സെയിം പ്രോഡക്റ്റ് തന്നെ പവർ ബട്ടൺ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇതൊരു മെയിൻ പ്രശ്നമാണ്. പവർ ബട്ടൺ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോകും. പിന്നീട് ഒരു പ്രശ്നം പറയാനുള്ളത് ഇതിൻ്റെ ഹാർട്ട് റേറ്റ് ഒക്കെ സെൻസ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ കയ്യിൽ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ പച്ച ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. പച്ച ലൈറ്റ് കുറച്ച് സമയം ബ്ലിങ്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വാല്യൂ എഴുതി കാണിക്കും. ഇത് കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കെട്ടിയിട്ടില്ല എന്ന് എഴുതി കാണിക്കണം, അല്ലെങ്കിൽ സ്കാനിങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇതിൽ വന്നിട്ട് കെട്ടിയിട്ടില്ലെങ്കിലും ഇവിടെ ഹാർട്ട് റേറ്റ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ബ്ലഡ് പ്രഷർ മോണിറ്റർ കൂടി കാണിച്ചു തരാം. ഇതും അതുപോലെ തന്നെ ഞാൻ കയ്യിൽ കെട്ടിയിട്ടില്ല, പിറകിൽ പച്ച ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. സ്കാൻ ചെയ്യുകയാണ് എന്നൊക്കെയാണ് അവർ കാണിക്കുന്നത്. പക്ഷേ കയ്യിൽ കെട്ടാതെ തന്നെ ഇവിടെ ഒരു വാല്യൂ എഴുതി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ സാധാരണ വരാറില്ല. ഞാൻ വേറെ യൂസ് ചെയ്യുന്ന വാച്ചുകളുണ്ട്. ഇതിപ്പോൾ ബോട്ടിൻ്റെ ഒരു വാച്ചാണ്. ഇതിൽ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കയ്യിൽ കെട്ടാത്തത് കൊണ്ട് തന്നെ ലൈറ്റ് കത്തുന്നില്ല. ഞാൻ കൈ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഇതിൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ. കയ്യിൽ വച്ചുകൊണ്ട് കാണിച്ചു തരാം. കയ്യിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സ്കാനിങ് നടക്കുന്നതായിട്ട് കാണാം. കുറച്ച് സമയത്തിന് ശേഷം അവിടെ ഒരു വാല്യൂ എഴുതി കാണിക്കും. ഇങ്ങനെയാണ് സാധാരണ വരാറുള്ളത്. വേറെയും ഒരു വാച്ചുണ്ട്. ഇത് BTXPയുടെ വാച്ചാണ്. ഇതിലും അതുപോലെ തന്നെ കാണിച്ചു തരാം. ഹാർട്ട് റേറ്റ് നോക്കുമ്പോൾ കയ്യിൽ കെട്ടാത്തത് കൊണ്ട് എറർ മെസ്സേജ് വന്നു. ഇങ്ങനെയാണ് സാധാരണ വരേണ്ടത്. ഇനി ഞാനിത് കയ്യിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം അവിടെ ഒരു റിസൾട്ട് വന്നു. ഇങ്ങനെയാണ് സാധാരണ വരേണ്ടത്. അപ്പോൾ ആ ഒരു ഏരിയ വീക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ള സ്മാർട്ട് വാച്ച് തന്നെ നമുക്ക് ഈ കമ്പനിയുടെ വേണമെങ്കിൽ അതും കിട്ടുന്നുണ്ട്. വേറെയും പല കമ്പനികളുടെയും അവൈലബിൾ ആണ്. അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇതിൻ്റെ പവർ ബട്ടൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ ആക്ടിവിറ്റി ട്രാക്കിങ്ങും കുറച്ച് പ്രശ്നമാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഒരു 900-1000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. അതിൽ കൂടുതൽ റേറ്റിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുക എന്ന് പറയുന്നത് അത്യാവശ്യം നഷ്ടമുള്ള പരിപാടിയാണ്. ഞാനിതിൽ കാണിച്ച BTXPയുടെ ഒരു വാച്ച്, അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഐക്കാർഡിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. Thanks for watching this video.